നമസ്കാരം. ശ്രീ MV ശ്രേയാംസ് കുമാർ എഴുതിയ യാത്ര പറയാതെ എന്ന പുസ്തകത്തിലെ ഓർമ്മകളുടെ തടാകക്കരയിൽ എന്നുള്ള അധ്യായത്തിലൊരു ഭാഗം ഞാൻ വായിക്കാം. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കവിതയും കൂടിയാണ് ആ സ്ഥലത്ത് യാത്ര പോകുന്നത്. സ്വിറ്റ്സർലൻഡിൽ യാത്ര പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഈ സ്ഥലത്ത് കൂടി ഒന്ന് പോകണം, കഴിയുമെങ്കിൽ പോകുക എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ച് യാത്രയുടെ ഇടയിൽ സമയമുണ്ടാക്കി ലുസേണിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിലൊരു ഭാഗം വായിക്കാം. അച്ഛൻ വെറുതെ നിർദ്ദേശിച്ചതല്ല, അച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ അത് വായിച്ചിട്ടുണ്ട്. മറന്നുപോയ ആ വരികൾ അപ്പോൾ എങ്ങനെയെന്നറിയില്ല, ഒരു വെളിപാട് പോലെ ഓർമ്മയിലെത്തി. അമ്മയുമൊത്ത് ലുസേണിൽ പോയതിൻ്റെ ഹൃദയസ്പൃക്കായ ആ വിവരണം ഏതാണ്ട് ഇങ്ങനെയായിരുന്നു. അതിമനോഹരമായ സ്ഥലമാണ് ലുസേൺ. നീലത്തടാകങ്ങൾ, പച്ച പുതച്ച താഴ്വരകൾ, ചുറ്റും മഞ്ഞുമലകൾ, പ്രകൃതി വരച്ച ഏറ്റവും റൊമാൻറ്റിക്കായ ചിത്രം പോലെ. അവിടെ എല്ലാം മറന്ന് പ്രകൃതിയിൽ ലയിച്ചു നിൽക്കെ അച്ഛൻ അമ്മയോട് ചോദിക്കുന്നു. ഈ ചോദ്യം ശ്രദ്ധിക്കുക. ഇവിടെ നിൽക്കുമ്പോൾ എന്തു തോന്നുന്നു? ഇതൊക്കെ കാണാൻ സാധിച്ചതിൽ ആഹ്ലാദം തോന്നുന്നില്ലേ? അപ്പോൾ അമ്മ പറയുന്നു, എന്തോ എനിക്കിപ്പോൾ ഇതിലൊന്നും അർത്ഥം തോന്നുന്നില്ല. ഇന്നു നിങ്ങൾ എൻ്റെ കൂടെയുണ്ട്, എന്നെ എവിടെയും കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ഞാൻ ആഗ്രഹിച്ചപ്പോഴൊന്നും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഓടി നടക്കുകയായിരുന്നു, രാജ്യസേവനവും രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനവുമായി. അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എൻ്റെ മകൻ മരിച്ചപ്പോഴായിരുന്നു എനിക്ക് നിങ്ങൾ കൂടെ ഉണ്ടാവണമെന്ന് ഏറ്റവും ആഗ്രഹം തോന്നിയത്. അന്നുപോലും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതൊന്നും ആസ്വദിക്കാൻ എനിക്കാകുന്നില്ല. ഇടിമിന്നൽ എന്ന പോലെ അച്ഛനെ അടിമുടി പൊള്ളിച്ച വാക്കുകളായിരുന്നു അത്. ഒരു വലിയ തിരിച്ചറിവിലേക്ക് വഴികാട്ടിയ വാക്കുകൾ. ജീവിതകാലം മുഴുവൻ നിഴൽ പോലെ കൂടെ നടന്നവരെ നോക്കാൻ സമയം കണ്ടെത്താൻ കഴിയാതെ പോയിട്ട് ഇപ്പോൾ ജീവിതത്തിൻ്റെ ആനന്ദങ്ങൾക്ക് നിറം മങ്ങി തുടങ്ങുന്ന സമയത്ത് ഇവിടെയൊക്കെ വന്നിട്ട് എന്തു കാര്യം എന്ന അമ്മയുടെ ചോദ്യത്തിന് നൽകാൻ ഒരു ഉത്തരവും അച്ഛനുണ്ടായിരുന്നില്ല. ബുദ്ധിയുടെയും ചിന്തയുടെയും ഉന്നതമായ ലോകത്തിന് പ്രായോഗിക ജീവിതത്തിൻ്റെ സമസ്യകൾക്ക് മുന്നിൽ ഉത്തരമില്ലാതാകുന്ന അവസ്ഥയുടെ നേരനുഭവമായിട്ടാണ് അച്ഛൻ ആ രംഗം വിവരിച്ചിരിക്കുന്നത്. അങ്ങനെ അത് ഓർമ്മ വരികയും ഇദ്ദേഹവും ഭാര്യയും കൂടി ലുസേണിലേക്ക് പോവുകയും ചെയ്യണം. ലുസേണിലെത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പറയുന്നു, അവ്യക്തമായൊരു വേദന അപ്പോഴെല്ലാം ഉള്ളിൽ തങ്ങി നിന്നു. സുന്ദരമായ കാഴ്ച ഒരേ സമയം തീവ്രമായ അനുഭൂതിയിലേക്കും അകാരണമായ വേദനയിലേക്കും മനുഷ്യനെ നയിക്കുമെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞു. തടാകക്കരയിൽ നിന്നപ്പോൾ മനസ്സ് വെറുതെ വിറകൊണ്ടു. അച്ഛനും അമ്മയും സംസാരിച്ചു നിന്നത് ഈ തടാകക്കരയിൽ എവിടെയോ ആവണം. തിരിച്ചറിവിൻ്റെ ഒരു മിന്നൽ പിണരിൽ വേദനിച്ച് അച്ഛൻ നിന്നത് ഇവിടെ ആവണം. സ്വച്ഛ സുന്ദരമായ ജലാശയത്തിൽ പോയ കാലത്തിൻ്റെ വേദനകൾ മാത്രം നിഴലിടുന്നത് നോക്കി നെടുവീർപ്പിട്ട് അമ്മ നിന്നതും ഇവിടെയാവണം. എനിക്കവിടെ കണ്ണുകളടച്ച് വെറുതെ നിൽക്കണമെന്ന് തോന്നി. പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ആരും വ്യാമുക്തരായി പോകുന്ന സ്ഥലം, പക്ഷേ മനസ്സ് അശാന്തമായിരുന്നു. എത്ര റൊമാൻറ്റിക്കായ സ്ഥലത്തും മനുഷ്യൻ്റെ മനസ്സ് എങ്ങനെയാണ് പെരുമാറുക എന്ന് പറയാൻ പറ്റില്ല. എല്ലാം പഠിച്ച അച്ഛനെ അദ്ദേഹം പഠിക്കാൻ മറന്നുപോയൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ വിധി കണ്ടുവച്ച സ്ഥലം ഇതായിരുന്നു. ഇത്ര മനോഹരമായ സ്ഥലത്ത് നിന്ന് പഠിക്കാൻ കഴിഞ്ഞതുകൊണ്ടാവുമോ പിന്നീട് കുറേ കൂടി മികച്ച അച്ഛനാവാൻ അദ്ദേഹം ശ്രമിച്ചത് എന്നും ഇപ്പോൾ സംശയം തോന്നുന്നു. കാലം സുദീർഘമായ യാത്രകളിൽ നമ്മെ എവിടെയൊക്കെയോ കൊണ്ടു നിർത്തുന്നു, എന്തെല്ലാമോ പഠിപ്പിക്കുന്നു. പൊടുന്നതിന് ഉള്ളിൽ തിരതള്ളി വന്ന ഒരു ആന്തലോടെ ഞാൻ കവിതയെ ഒളികണ്ണിട്ട് നോക്കി. അവൾ തടാകത്തിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു, ഒന്നും മിണ്ടാതെ. നിനക്കിപ്പോൾ എന്തു തോന്നുന്നു എന്ന് ചോദിക്കാൻ അപ്പോഴെനിക്ക് ധൈര്യം വന്നില്ല. ഇത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ പാരൻസിനെയും നമുക്കറിയുന്ന പലരുടെയും ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളാണ്. എല്ലാത്തിനും ഒരു സമയമുണ്ട്, ഏറ്റവും ആപ്റ്റായിട്ടുള്ള നല്ലൊരു സമയമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ യാത്രകൾ, അതുപോലെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ, അതെല്ലാം ഓരോ രീതിയിലായിരിക്കാം. ഏറ്റവും കൂടുതൽ കൂടെ എൻ്റെ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ ആരായാലും അച്ഛനോ അമ്മയോ ആരോ ആയിക്കോട്ടെ, ആ സമയങ്ങളിൽ അവർക്കൊപ്പം ഉണ്ടാകാൻ നമുക്ക് കഴിയാതെ പോവുകയും പിന്നീട് ആ സമയമെല്ലാം മാറുകയും ആ താല്പര്യങ്ങൾ മാറുകയും ഒക്കെ ചെയ്തിട്ട് വേറെ ഏതോ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്തിട്ട് എന്ത് കാര്യം? വേണമെങ്കിൽ ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ ഇതെന്ന് പറയാം. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നുള്ള വാദം അംഗീകരിക്കുന്നു. എങ്കിൽ പോലും അതിൻ്റെ ഒരു പർപ്പസ് പോയില്ലേ? എല്ലാത്തിനും വേണ്ട ഒരു സമയമില്ലേ? ഇപ്പോൾ ഒരു 5 വയസ്സായ കുട്ടിക്ക് നമുക്ക് കളിപ്പാട്ടം ഇഷ്ടമായിരിക്കും. അവന് 5 വയസ്സിലെ കളിപ്പാട്ടം മേടിച്ചു കൊടുക്കാതെ അവൻ 25 വയസ്സാകുമ്പോൾ കളിപ്പാട്ടം മേടിച്ചു കൊടുത്തിട്ട് എന്ത് കാര്യം? അവന് 25 വയസ്സിലെ കളിപ്പാട്ടത്തോടുള്ള താല്പര്യവും ഇഷ്ടവും എല്ലാം പോയി. അത് വേണ്ട സമയത്ത് അവന് കിട്ടിയില്ല. അതുപോലെ 25-30 വയസ്സിൽ വേണ്ട കാര്യങ്ങൾ 50-60 വയസ്സിൽ എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പോൾ ആ ഒരു സമയം, ജീവിതത്തിലെ ആ ഒരു മൊമെൻറ്റ്സ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഇതൊരു തിരിച്ചു വരില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ആപ്റ്റായിട്ടുള്ള, ഏറ്റവും നല്ല, ഏറ്റവും ആവശ്യമുള്ള, ഏറ്റവും യോഗ്യമായ, ഏറ്റവും സമുചിതമായ ഒരു സമയമുണ്ട്. ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും നമ്മുടെ കടമകളിൽ നിന്നും നമ്മൾ ഒരിക്കലും ഒഴിഞ്ഞു മാറരുത്. നമുക്ക് പല ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മളൊരു ഭാര്യയാണ്, ഭർത്താവാണ്, മകനാണ്, മകളാണ്, അച്ഛനാണ്, അമ്മയാണ്, സഹോദരനാണ്, സഹോദരിയാണ്, ഒരു പൗരനാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്.
എല്ലാത്തിലും നമ്മൾ ചെയ്യേണ്ട ചില കടമകളുണ്ട്, നമ്മളൊപ്പം ഉണ്ടായിരിക്കേണ്ട ചില സമയങ്ങളുണ്ട്. അപ്പോൾ ജെയിംസ് ആൻഡ് ആലീസ് എന്നുള്ള സിനിമയെക്കുറിച്ച് ഓർമ്മ വരുന്നു. ഈ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഭാര്യയുടെ അച്ഛൻ മരിക്കുമ്പോൾ ഇദ്ദേഹം കൂടെ, പൃഥ്വിരാജ് കൂടെ ഉണ്ടാവുന്നില്ല. ഓഫീസിൽ തിരക്കുകൾ പറഞ്ഞ് അദ്ദേഹം പോവാണ്. ഏറ്റവും ആവശ്യമുള്ള ആ ഒരു സമയത്ത്, ഞാൻ വേറൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്, അപ്പം മുമ്പുണ്ടായിരുന്ന ദേഷ്യം മറക്കാനോ അവരുടെ കൂടെ നിൽക്കാനോ പൃഥ്വിരാജിന് കഴിഞ്ഞില്ല. അവിടെ നിന്നാണ് ആ ബന്ധം പിന്നീട് സെപ്പറേഷനിലേക്കൊക്കെ നീങ്ങുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമോഷണൽ വൾണറബിലിറ്റിയുള്ള, സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒരുമിച്ച് നേരിടേണ്ട, ഒരുമിച്ച് പങ്കിടേണ്ട ഏറ്റവും നല്ല അവസരങ്ങൾ മനസ്സിലാക്കുകയും ആ അവസരങ്ങളിൽ ഒട്ടും മിസ്സാവാതെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് കൂടെ നിൽക്കാനും നമ്മൾ തയ്യാറാകണം. ഇല്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ഇതിലെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശ്രീ MP വീരേന്ദ്രകുമാർ സാറിൻ്റെ കാര്യം പറഞ്ഞ മാതിരി ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ കുറ്റബോധം ഉണ്ടാവാം. അദ്ദേഹം വേറെ പല മേഖലകളിലും ഒരുപാട് നല്ല നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇവിടെ ചെറിയൊരു കുറ്റബോധം റൈറ്റ്ഫുള്ളി അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. ഇതുപോലെ നമ്മളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് കേൾക്കുന്ന, അവരൊരു പക്ഷേ ഉത്തരം പറഞ്ഞേക്കാം, ചിലപ്പോൾ പറയില്ലായിരിക്കാം. ഇനി അവർ പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ മനസ്സിലുണ്ടായേക്കാവുന്ന ആ വേദനകൾ, ആ നഷ്ടബോധങ്ങൾ, ആ നൊമ്പരങ്ങൾ അവരെയും നമ്മളെയും ഒരുപോലെ കുത്തി നോവിക്കാം. ഒരിക്കലും തിരികെ വരാത്തൊരു കാലം, റിഗ്രറ്റ്, ദുഃഖം, അത് വളരെ തീവ്രമാണ്. അങ്ങനെ ദുഃഖകരമായ റിഗ്രറ്റ് അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് പോവാതിരിക്കണമെങ്കിൽ നമ്മൾ റൈറ്റ് ടൈം ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് ഉപയോഗിക്കുകയും വേണം. നമ്മുടെ കുട്ടികളോട് സ്പെൻഡ് ചെയ്യേണ്ട സമയം അവിടെ ചെയ്യുക, ഭാര്യയുടെ ഭർത്താവിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുക. അങ്ങനെ ഏറ്റവും മികച്ച സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. വി ക്യാൻ നെവർ ബി പെർഫെക്റ്റ്. 100% എല്ലായ്പ്പോഴും നമുക്ക് ഒരുമിച്ചുണ്ടാവാൻ പറ്റില്ല. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട അവസരങ്ങളിലെങ്കിലും കൂടെ നിൽക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. നമ്മുടെ പ്രയോറിറ്റീസ് നമ്മൾ കൃത്യമായിട്ട് ഡിറ്റർമൈൻ ചെയ്യാം എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അതാണ് ഇതിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഇപ്പോൾ പ്രായമായ ദമ്പതികൾ ഇത് വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. എൻ്റെ പരിചയത്തിൽ തന്നെയുണ്ട്, പ്രായമായ ശേഷം മുമ്പ് കുറച്ചും കൂടി യൗവന സമയത്തൊന്നും കുറേ നാൾ ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതിരുന്നു. ഇപ്പോൾ പ്രായമായതിനു ശേഷം ഒരുമിച്ച് നിൽക്കുകയും ഒരുമിച്ച് യാത്രകൾ ചെയ്യുകയും അവയൊക്കെ സ്റ്റാറ്റസ് ഇടുകയും സന്തോഷകരമായ ഫോട്ടോകൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ചില വ്യക്തികളെയൊക്കെ എനിക്കറിയാം. അപ്പോൾ നല്ലത്, അവർക്ക് ഈ അവസരത്തിലെങ്കിലും ഇത് പറ്റുന്നുണ്ട് എന്നുള്ളത് നല്ലത്. പിന്നെ അതേസമയം നല്ല പ്രായത്തിലൊക്കെ പരസ്പരം വഴക്കടിക്കുകയും തർക്കിക്കുകയും അല്ലെങ്കിൽ പാരലൽ ലൈൻസ് ആയിട്ട് ഏതൊക്കെയോ പരിചയക്കാരെ പോലെ, അക്വൈനൻസിനെ പോലെ മാത്രം ജീവിക്കുകയും പിന്നീട് പ്രായമാകുമ്പോഴും അത് തന്നെ തുടരുകയും ചെയ്യുന്ന മരവിച്ച ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട്. പിന്നെ ചെറുപ്പത്തിലും അല്ലാത്തപ്പോഴും പരസ്പരം കുറ്റപ്പെടുത്തുകയും കുറ്റം പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും നോവിക്കുകയും ഒക്കെ ചെയ്യുന്ന ദമ്പതികളെയും കണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും പലതരത്തിലുള്ള വ്യക്തികളെ കണ്ടിട്ടുണ്ട്. ഏറ്റവും നല്ലത് അതിൻ്റേതായ സമയത്ത് ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടെ ഉള്ളപ്പോൾ, അവരുടെ മരണത്തിന് മുമ്പെങ്കിലും നഷ്ടപ്പെട്ടു പോയ വലിയ കാലം തിരിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ചെറിയ ഓർമ്മകളെങ്കിലും അതിൻ്റെ ചെറുഭാഗങ്ങളെങ്കിലും തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അതൊരു ജയിക്കാൻ പോകുന്ന ഒരു ശ്രമമല്ല. എങ്കിൽ പോലും വി ക്യാൻ റീറ്റെയിൻ സംതിങ്. അപ്പോഴെങ്കിലും ഇനിയെങ്കിലും അത് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഇതിലെ ക്യാരക്ടേഴ്സിനെ പോലെ ഒരുപാട് പേര് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതുപോലൊരു അവസരം നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെ ഇതിൽ അവസാനത്തെ കാര്യം, അത് ചോദിക്കാൻ ധൈര്യമില്ലാത്ത അവസ്ഥ. നമ്മളും നമ്മുടെ മനസാക്ഷിക്ക് നീതിയുള്ള രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ, മനസാക്ഷിയോട് നീതി പുലർത്തിയില്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോടും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് ധൈര്യം വരില്ല. ഞാൻ വേണ്ട സമയത്ത് നിൻ്റെ കൂടെ നിന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നീ ഇപ്പോൾ സന്തോഷവതിയാണോ? ഈ ചോദ്യം നമ്മുടെ പ്രിയപ്പെട്ടവരോട് ചോദിക്കാനുള്ള ധൈര്യം നമ്മൾ എത്ര പേർക്കുണ്ട്? പ്രത്യേകിച്ച് അവർ സത്യസന്ധമായ ഉത്തരം പറയുന്ന ഒരു സ്വഭാവമാണെങ്കിൽ എത്രത്തോളം പേർക്ക് ധൈര്യമുണ്ട്? അവരിൽ നിന്ന് നെഗറ്റീവ് മറുപടി കിട്ടില്ല, ഞാൻ എൻ്റെ ജോലികൾ നിർവഹിച്ചിട്ടുണ്ട്, എൻ്റെ കടമകൾ നിർവഹിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള ധൈര്യം സത്യസന്ധമായിട്ട് നമ്മൾ എത്ര പേർക്കുണ്ട്? ആ ചോദ്യം ചോദിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, അതിന് നമുക്ക് ഭയമാണെങ്കിൽ, ഇത് നമ്മുടെ ഉള്ളിലെ കുറ്റബോധവും മനസാക്ഷി കുത്തുമല്ലേ? അപ്പോൾ ആ ചോദ്യം ചോദിക്കാൻ ഭയം ഉണ്ടാകാത്ത രീതിയിൽ ഇനിയെങ്കിലും നമ്മൾ ജീവിക്കുക. അവനവനോടും നമ്മുടെ പ്രിയപ്പെട്ടവരോടും നീതി പുലർത്തുക. നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാൻ കഴിയണം. ആ രീതിയിൽ നമ്മൾ അവരോടുള്ള കടമകളും എല്ലാം നിർവഹിച്ചിട്ടുണ്ടാവണം. അതാണ് ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും. ഒരുപാട് സിനാരിയോസ് ഇതിനെക്കുറിച്ച് പറയാം, പക്ഷേ ആശയം കൺവേ ചെയ്യാൻ ഇത്രയും മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ലീവ് യുവർ ലൈഫ് ഇൻ സച്ച് എ വേ ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു ഫീൽ റിഗ്രറ്റ് അറ്റ് എ ലേറ്റർ സ്റ്റേജ്. Time will never wait for anyone and time will never ever come back. So take care. Thank you.